എസ് രാജേന്ദ്രനെതിരെ കൊലവിളി പ്രസംഗവുമായി എം മണി. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ താനായാലും തല്ലിക്കൊല്ലണമെന്നും രാജേന്ദ്രൻ ചത്തുപോയാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുമെന്നും എം മണി പറയുന്നു. പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും ഞങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും സഖാക്കൾ രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്നും എം മണി ആഹ്വാനം ചെയ്തു. ജീവിതകാലം മുഴുവൻ MLA പോകാൻ പറ്റുമോ? അങ്ങനെ ചരിത്രമുണ്ടോ? ഇവിടെ എന്നും ഇതൊരു പ്രശ്നമാണ്, എന്നും ഇതൊരു പ്രശ്നമാണ്. തമാശല്ല. ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലോ. പാടം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കടം മേടിച്ച് ഈ ഇവരെയൊക്കെ ജയിപ്പിക്കാൻ പോവാ കാല് വിടും. ഇതിനാലും മഴ പോകണമെന്നുള്ള ഏർപ്പാട്. അത് ഇവിടുത്തെ കാക്കം നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജേന്ദ്രൻ ഇപ്പോ എവിടെയാണ് BJPയുടെ ഓഫീസിൽ പോയി മെമ്പർഷിപ്പ് എടുത്തു. അത് ഞങ്ങൾക്ക് നമ്പില്ല. അത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അതിൽ എവിടെ പോയി തുടങ്ങിയാലും ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? BJP പോയി കൂടുവോ? RSS പോയി കൂടുവോ? അതിനപ്പുറം വേറെ വല്ല സംഘത്തിൽ പോയി കൂടുവോ? അതൊന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങളല്ല. ഒന്ന്. രണ്ട്, BJP ചെന്ന് ചേർന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ ഞങ്ങള് പണ്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങളല്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ എന്നോട് വഴക്കുണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല. അത് പുകന്റെ കൊള്ളി പുറത്താണ്. പിന്നെന്താ അത് തന്നെ. സ്റ്റാലിൻ വിവരങ്ങളുമായി ചേരുന്നു. സ്റ്റാലിൻ, ഒരിക്കൽ കൂടി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എം മണി എന്ന് വേണം പറയാൻ. കൊലവിളി പ്രസംഗമാണ് എസ് രാജേന്ദ്രനെതിരെ മുഴക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട് സ്റ്റാലിൻ. എസ് രാജേന്ദ്രനെതിരെയാണ് എം മണിയുടെ ഇത്തവണത്തെ കൊലവിളി പ്രസംഗം. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ താനായാലും തൂക്കിക്കൊല്ലണമെന്നും രാജേന്ദ്രൻ ചത്തുപോയാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുമെന്നും ആണ് എം മണി പറയുന്നത്. പണ്ട് ചെയ്യാൻ പഠിച്ചതൊന്നും തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും സഖാക്കൾ തന്നെ രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്നുമാണ് എം മണിയുടെ ആഹ്വാനം. എസ് രാജേന്ദ്രൻ BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് എം മണിയുടെ ഈ ആഹ്വാനം വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പാർട്ടി നേതൃയോഗത്തിൽ നേതാക്കൾ വാക്കുകൾ നിയന്ത്രിക്കണം, വളരെ സൂക്ഷിച്ചുപയോഗിക്കണം എന്നൊക്കെ ഉള്ള നിർദ്ദേശം വന്നതിന് തൊട്ട് പിന്നാലെയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന വീണ്ടും എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.